എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. കമ്മ്യൂണിസത്തിന് നമ്മുടെ ഭാരത സംസ്കാരമായോ പൈതൃകമായോ ഭരണഘടനാപരമായോ യാതൊരു ബന്ധവുമില്ല. വൈദേശിക സാമൂഹ്യ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം. അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ദൃഷ്ടാന്തമാണ് ഇന്നലെ വ്യാസപീഠത്തിലെ രുദ്ര എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ആ പ്രതിഷേധ പ്രകടനവുമായിട്ട് വന്നിട്ട് SFI എന്ന വിദ്യാർത്ഥി സംഘടന കാണിച്ച പ്രവൃത്തി. പ്രതിഷേധത്തിൻ്റെ മറവിൽ ഈ SFI കുട്ടികൾ കാണിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വ്യാസപീഠത്തിൻ്റെ ഗേറ്റിൽ ഓം എന്ന ഹിന്ദുക്കളുടെ ആചാരബിംബമായ ഓം ഗ്രിൽസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്ന സമയത്ത് ഈ ആൺകുട്ടികൾ, ഈ SFI എന്ന് പറയുന്ന ആൺകുട്ടികൾ, SFI ആണോ എന്നൊന്നും അറിയില്ല, SFIയും സൂഡാപ്പികളും ഒക്കെ ചേർന്നതാണല്ലോ SFI എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടികൾ ഈ ഓങ്കാരം, അതായത് ഹിന്ദുക്കളുടെ പ്രണവ മന്ത്രമായ ഓങ്കാരം വലിച്ച് പറിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ചവിട്ടി മെതിക്കുകയാണ്. സത്യത്തിൽ ഇവർക്കറിയാം ഈ ഓങ്കാരം എന്നുള്ളത് ഹിന്ദുക്കളുടെ മന്ത്രമാണ്, പ്രണവ മന്ത്രമാണ്. അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക്, എല്ലാവരും വിശ്വാസികളാണല്ലോ, അല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ SFI സംഘടനയിൽ പ്രവർത്തിക്കുന്നവരൊന്നും വിശ്വാസികളല്ല, അവർക്കൊന്നും വിശ്വാസമില്ല. ഹിന്ദുക്കളുടെ ആരാധനയും വിശ്വാസങ്ങളൊക്കെ എങ്ങനെ തകർക്കാമെന്ന് ഇങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീംസാണ്. അപ്പോൾ അവർക്കിപ്പോൾ ഹിന്ദുക്കളെ വിശ്വാസം തകരും അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കൊരു മതവികാരം വ്രണപ്പെടും, അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് നേരെ ക്രിസ്ത്യാനികളുടെയും അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെയും കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. അവരെ ഒരിക്കലും മതപരമായിട്ട് എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെ എന്തെങ്കിലും ചെറിയ രീതിയിൽ പോലും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വിശദീകരണം കൊടുക്കണം. പിന്നെ പാർട്ടിയിലത്തെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ വന്നിട്ട് ചോദ്യം ചെയ്യും, നിങ്ങൾ എന്തിനാണ് മുസ്ലിം ദൈവത്തിന് ഇങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ദൈവത്തിന് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവർ ചോദിക്കും. പക്ഷെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ അങ്ങനെ, ഹിന്ദുക്കൾ മന്ദബുദ്ധികളാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്രയേറെ ഹിന്ദുക്കളുണ്ട്, പക്ഷെ അവരിൽ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. വയസ്സാങ്കാലത്ത് അവർ അമ്പലങ്ങളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മാലയിടുകയും തൊഴുകയൊക്കെ ചെയ്യും. പക്ഷെ ഈ യൂത്തിൽ ഇവരിങ്ങനൊന്നും ചെയ്യില്ല. ഇവർ എപ്പോഴും ഹിന്ദു വിശ്വാസം അങ്ങനെയാണ്, അനാചാരമാണ്, അതാണ് ഇതാണൊക്കെ പറഞ്ഞു നടക്കും. പക്ഷേ മറ്റു മതങ്ങളെ തൊടാൻ ഇവർക്ക് പേടിയാണ്. അല്ല, ഒരു നമുക്ക് തുറന്നു വെച്ച പുസ്തകം പോലെ ജോസഫ് മാഷ് മുമ്പിലുണ്ടല്ലോ അല്ലേ. ഒരു കള്ളൻ്റെ പേര് മുഹമ്മദ് എന്ന് എഴുതിയത് കൊണ്ട് മാത്രം അത് നമ്മുടെ മുഹമ്മദിനെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ മുഹമ്മദിനെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സൂഡാപ്പികൾ വന്നിട്ട് കയ്യും കാലൊക്കെ വെട്ടിയിട്ട് പിന്നെ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ എറിഞ്ഞിട്ട് ഇല്ല സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ സൂഡാപ്പികളെ SFIക്കാർക്ക് പേടിയാണ്. അല്ലെങ്കിൽ ഈ SFIക്കാർ അഭിമന്യുവിനെ കൊന്നപ്പോൾ തന്നെ ഇവർ പ്രതികരിക്കുമായിരുന്നു. പക്ഷെ ഇവർ ചുമരിൽ പോയിട്ട് വർഗീയതയ്ക്ക് തുളയിടാൻ നിന്ന ആൾക്കാരാണ്, അല്ലാതെ ഒരാളും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഹിന്ദുക്കളുടെ കാര്യം ഇവർ നന്നായിട്ട് പ്രതികരിക്കും. ഹിന്ദുക്കളൊന്നും ചെയ്യില്ല എന്നുള്ള നല്ലൊരു വിശ്വാസമാണ്. അവർ ആത്മസംയമനം പാലിച്ച് ക്ഷമയുടെ ഇങ്ങനെ നെല്ലിപ്പലകിൽ നിന്നാലും അവരൊന്നും ചെയ്യൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇവർ പ്രതികരിക്കില്ല. അതുകൊണ്ട് ഓങ്കാരമല്ല ഇനി ബ്രഹ്മാണ്ടം തന്നെ എടുത്ത് ചവിട്ടി മെതിച്ചാൽ ഒന്നും പറയില്ല, ഒന്നും ചെയ്യില്ല, നല്ലൊരു വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് SFIക്കാരോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് ഓർക്കണം, 35 വർഷക്കാലം നിങ്ങൾ ബംഗാളിൽ ഭരിച്ചൊരു പാർട്ടിയാണ്. ഇന്ന് ബംഗാളിൽ നിങ്ങളുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണത്? അവിടെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത് അവിടെയുള്ള ജനങ്ങളല്ല, അവിടെയുള്ള കാളിയും കൃഷ്ണനുമാണ്. ആ കാളിയും കൃഷ്ണനുമാണ് അവിടെ കാലാന്തരങ്ങളിൽ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിഴുതെറിഞ്ഞത് 35 വർഷങ്ങൾക്ക് ശേഷം. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം, കഥ അറിയാം നിങ്ങൾക്ക് SFIക്കാരെ. 2026 ബംഗാളിലെ ഗതാഗത മന്ത്രിയായ സുഭാഷ് ചക്രവർത്തി എന്ന് പറഞ്ഞ മന്ത്രി, അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു, സനാതനധർമ്മിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അമ്പലങ്ങളിൽ പോകുമായിരുന്നു. ഒരു ദിവസം അമ്പലത്തിൽ പോയപ്പോൾ, അതായത് കാളിദേവി ക്ഷേത്രത്തിൽ പോയിട്ട് പൂജയും വഴിപാടൊക്കെ നടത്തിയപ്പോൾ നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും അണികൾക്കുമൊക്കെ അമർഷം ചിറപൊട്ടി. അങ്ങനെ സുഭാഷ് ചക്രവർത്തിയെ വിളിക്കുകയും വിശദീകരണം ചോദിക്കുകയും, നമ്മുടെ കേരളത്തിൽ പോലെ തന്നെ പണ്ട് കടകംപള്ളി സുരേന്ദ്രൻ മറ്റേ എന്താ പറയുക ശ്രീകൃഷ്ണ ജയന്തിക്കം കണ്ടാണെന്ന് തോന്നുന്നു, അമ്പലത്തിന് നേരെ നോക്കി ഒന്ന് തൊഴുതപ്പോൾ അപ്പം തന്നെ വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ അമ്പലത്തിന് നേരെ നോക്കി
കൈ തൊഴുതത് കൊഞ്ഞനം കുത്താമായിരുന്നില്ലേ അല്ലേ? കൊഞ്ഞനം പറഞ്ഞാൽ അറിയില്ലേ? അതാണ് കൊഞ്ഞനം കുത്ത്. അങ്ങനെ കൊഞ്ഞനം കുത്താമായിരുന്നില്ലേ? ഹിന്ദുക്കളുടെ ദൈവങ്ങൾക്ക് നേരെ ഓക്രി കാണിച്ചിട്ട് പോകാമായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വിശദീകരണമൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ബംഗാളിലും. ഈ സുഭാഷ് ചക്രവർത്തി കാളിക്ഷേത്രത്തിൽ പോയിട്ട് പൂജയും വഴിപാടൊക്കെ നടത്തിയത് അവിടുത്തെ നിരീശ്വരവാദികളെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു ഹിന്ദുവാണ്, ഞാനൊരു സനാതനിയാണ്, ഞാൻ എൻ്റെ ഹിന്ദു മതത്തിൽ എൻ്റെ ഹൈന്ദവ ആചാരങ്ങളിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കാളി മാതാവിനെ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകും, ഞാൻ തൊഴും, പ്രാർത്ഥിക്കും, പൂജകൾ നടത്തും. അതിനെന്താണ് കുഴപ്പം? എൻ്റെ രാഷ്ട്രീയ നേതാവായ രാഷ്ട്രീയ ഗുരുവായ ജ്യോതി ബസു എനിക്ക് കൃഷ്ണന് തുല്യമാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതോടെ തീർന്നു. കാരണം നിരീശ്വരവാദിയായ ജ്യോതി ബസുവിനെ കൃഷ്ണന് തുല്യം ഉപമിക്കേ? അയ്യേ, എന്തൊരു നിലപാടാണിത് അല്ലേ? നിരീശ്വരവാദിയായ ജ്യോതി ബസുവിനെ, മുഖ്യമന്ത്രിയായ ജ്യോതി ബസുവിനെ കൃഷ്ണനോട് ഉപമിച്ചു കഴിഞ്ഞാൽ എത്ര മ്ലേച്ഛമായ കാര്യമാണ്. ഇത് കേട്ട ജ്യോതി ബസു, ഞാനൊരു നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് തന്നെ എന്നെ ഹൈന്ദവ ദൈവങ്ങൾക്കൊപ്പം പറയേണ്ടതില്ല. ഇത് കേട്ട ഉടനെ തന്നെ ജ്യോതി ബസുവിന് കലിയിളകി, ഹാലിളകി, അമർഷം പുകഞ്ഞു, ഇങ്ങനെ അഗ്നിപർവ്വതം പോലെ പുകഞ്ഞിട്ടത് പൊട്ടിത്തെറിച്ചു. അദ്ദേഹം പറഞ്ഞത്, എന്നെ കൃഷ്ണനോട് ഉപമിക്കുന്ന, കണ്ണനോട് ഉപമിക്കുന്ന സുഭാഷ് ചക്രവർത്തി വെറും മണ്ടനാണ്, പൊട്ടനാണ് എന്ന്. നോക്കണേ ഈ ഹൈന്ദവ വിരുദ്ധത. അന്ന് അവിടെയുള്ള ബംഗാളിലുള്ള ഹൈന്ദവ വിശ്വാസികളെ സനാതനധർമ്മികളായ ഹിന്ദുക്കൾ കമ്മ്യൂണിസത്തിന് നേരെ തിരിഞ്ഞു. ഓരോ ഹിന്ദുക്കളും കമ്മ്യൂണിസത്തിൽ നിന്ന് പിന്മാറി 35 വർഷം ഭരിച്ച ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരെ തുടച്ച് വാർത്ത് പുറത്തേക്കെറിഞ്ഞു. അവിടെയുള്ള ഹിന്ദുക്കൾ, അവിടുത്തെ ഹൈന്ദവ ജനത, ഹിന്ദുക്കളൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾ ഒരു ഹിന്ദു അല്ലേ? നമ്മളൊക്കെ ഹിന്ദു അല്ലേ? അപ്പോൾ ഹിന്ദുവിൻ്റെ ദൈവമായ കൃഷ്ണനോട് ഉപമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കോപം, നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ദേഷ്യം എന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി, അദ്ദേഹം നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ കൃഷ്ണനോട് ഉപമിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ശരി, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പോട്ടെ, ഞങ്ങൾക്കിനി കമ്മ്യൂണിസവും വേണ്ട, ബംഗാളിൽ കമ്മ്യൂണിസം വേണ്ട. അങ്ങനെയാണ് ബംഗാളിലെ കമ്മ്യൂണിസം നശിച്ച് നാറാണക്കല്ലെടുത്തിട്ട് ഉപ്പ് വെച്ച കലം പോലെയായത്. ഇനി ത്രിപുരയിലാവട്ടെ, ത്രിപുരയിലും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. ഈ നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റുകാർ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ മെല്ലെ ഇങ്ങനെ കയറിച്ചൊറിയും. അത് ത്രിപുരയിലത്തെ ഹിന്ദുക്കൾക്ക് മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന രീതിയിൽ ഒടുവിൽ എന്തായി? മാണി സർക്കാരിനെ താഴെയിട്ട് കമ്മ്യൂണിസത്തെ അവിടുന്ന് ഓടിച്ചു. ബംഗാളിൽ കൃഷ്ണനും കാളിയുമാണെങ്കിൽ ത്രിപുരയിൽ ത്രിപുര സുന്ദരി ദേവിയാണ്, അമ്മയാണ് കമ്മ്യൂണിസത്തിന്റെ കാലനായത്. ഈ ഓങ്കാരം എന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം ഈ ലോകത്തെ, അതായത് ഈ ബ്രഹ്മാണ്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ശബ്ദവീചിയാണ് ഓങ്കാരം. നമ്മൾ ചൊല്ലുന്ന ഏതൊരു മന്ത്രത്തിൻ്റെയും ആദ്യം ഓം എന്ന് ചൊല്ലിയിട്ടാണ് തുടങ്ങുക. അതിൻ്റെ കാരണം ഓംകാരം എന്നത് പ്രണവ മന്ത്രമാണ്. ത്രിമൂർത്തികളെയും ത്രിഗുണങ്ങളെയും പ്രതിനിധീകരിക്കുന്നതിനാൽ ഓംകാരത്തെ പ്രണവ മന്ത്രമായിട്ടാണ് നമ്മളെ എല്ലാ വിശ്വാസികളും കണക്കാക്കപ്പെടുന്നത്. ശരിക്കും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇനി അങ്ങോട്ട് അവർ നിൽക്കുന്നതും ഒക്കെ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ, ഹൈന്ദവർക്കെതിരെ, ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെ ഒക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അവരൊരിക്കലും ക്രിസ്ത്യൻ ആചാരങ്ങൾക്കെതിരെയോ വിശ്വാസങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസങ്ങൾക്കെതിരെയോ ആചാരങ്ങൾക്കെതിരെയോ ഒന്നും പ്രവർത്തിക്കില്ല. ഇവരെന്നും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസത്തെ ഹനിക്കുക എന്നതാണ്. ശരിക്കും നമ്മൾ പറയില്ലേ, നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരു. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ് SFI കുട്ടി നേതാക്കളുടെ ഗുരു. അവരെ കണ്ടല്ലേ ഇവർ പഠിക്കുന്നത്. ഇവരും ഇതേ പാത തന്നെയാണ് തുടരുന്നത്. നോക്ക്, ഒരു പ്രതിഷേധത്തിൻ്റെ പേരിൽ അവർക്ക് പ്രതിഷേധിക്കാം, ആ സ്കൂളിന് നേരെ പ്രതിഷേധിക്കാം, അടുത്ത അധ്യാപകർക്ക് നേരെ പ്രതിഷേധിക്കാം. ഈ രുദ്രയുടെ മരണത്തിനിടയാക്കിയ കുട്ടികൾക്ക് നേരെ പ്രതിഷേധിക്കാം. പക്ഷെ അവർ ആദ്യം ചെയ്തത്, ഗേറ്റിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ തന്നെ കണ്ടത് അവിടെ ഓംകാരമാണ്. ഓഹോ, ഹിന്ദുവിൻ്റെ ഓംകാരം, അത് തന്നെ ആദ്യം ആവട്ടെ. അത് പറിച്ചെടുത്തിട്ട് അവർ നിലത്തിട്ട് ചവിട്ടി മെതിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഭാരതത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഹൈന്ദവ വിശ്വാസികളാണ്. അവരുടെയൊക്കെ ആരാധന ബിംബമായ ഓംകാരം വലിച്ചു പറിച്ച് ദൂരേക്ക് വലിച്ചിട്ട്
ചവിട്ടി മതിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടന SFIക്കാരൊക്കെ എത്രമാത്രം ഹിന്ദു ആചാരങ്ങൾക്ക് നേരെയും അനുഷ്ഠാനങ്ങൾക്ക് നേരെയും ദൈവങ്ങൾക്ക് നേരെയും ഒക്കെ വെറുപ്പ് ഉള്ളിൽ വെച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ഇവർ ഹിന്ദുക്കളുടെ ആരാധന ബിംബമായ ഓങ്കാരം വലിച്ച് താഴെയിട്ട് ചവിട്ടെങ്കിലും പാലസ്തീന് വേണ്ടി കരയാനും കഫിയ ധരിക്കാനും അവിടെ മരിച്ചുപോയ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മരിച്ചുപോയ യുവാക്കൾക്ക് വേണ്ടിയൊക്കെ ഇവർ നന്നായിട്ട് കരയും. പക്ഷെ അവരൊരിക്കലും ബംഗ്ലാദേശ് കാണില്ല. കാരണം അവിടെ കൊല്ലപ്പെടുന്നത് ഹിന്ദുക്കളാണ്. ഇവരുടെ പ്രധാന അജണ്ട തന്നെ ഹൈന്ദവ ഉന്മൂലനമാണ്. അതുകൊണ്ട് അവരൊരിക്കലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി കരയില്ല. പക്ഷെ പാലസ്തീനിലത്തെ തീവ്രവാദികൾക്ക് വേണ്ടി നന്നായിട്ട് കരയും, നന്നായിട്ട് പണിയെടുക്കും അവർ. ഈ ഒരൊറ്റ കാരണമാണ് SFI കുഞ്ഞുങ്ങളെ. നിങ്ങൾ ആദ്യം ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ മാത്രം ശക്തി ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ബംഗാൾ നഷ്ടപ്പെട്ട് ത്രിപുര നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് ഒതുങ്ങിയത്. ഇനി കനൽ ഒരു തരിയായിട്ട് നിങ്ങൾ കേരളത്തിൽ മാത്രമാണുള്ളത്. ഇവിടെ കേരളത്തിലത്തെ ഹിന്ദുക്കൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, വീണ്ടും വിചാരമുണ്ടായാൽ, വിവേകമുണ്ടായാൽ അവിടെ അണയും കനലൊരു തരി. നോക്ക്, ബംഗാളിൽ കമ്മ്യൂണിസ്റ്റത്തെ ഓടിച്ചു വിട്ടു, ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റത്തെ ഓടിച്ചു വിട്ടു. കേരളത്തിൽ നിന്നും ഓടിച്ചു വിട്ടാൽ നിങ്ങൾ പോകേണ്ടത് അറബിക്കടലിലേക്കാണ്. കമ്മ്യൂണിസം എവിടെ തകരുന്നുണ്ടോ അവിടെയൊക്കെ സന്തോഷത്തിൻ്റെ പൂങ്കാവനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ബംഗാളിലായാലും ത്രിപുരയിലായാലും വെനസ്വലയിലായാലും നേപ്പാളിലായാലും. ഒരിക്കൽ കൂടി തറപ്പിച്ച് പറയും, ബംഗാളിൽ കൃഷ്ണനും കാളിയുമാണെങ്കിൽ, ത്രിപുരയിൽ ത്രിപുര സുന്ദരിയാണെങ്കിൽ, കേരളത്തിൽ നിങ്ങളെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി പോകുന്നത് അയ്യപ്പനും ഓംകാരം എന്ന പ്രണവ മന്ത്രവുമായിരിക്കും. ഇത് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റുള്ള എല്ലാവർക്കും